1945-ൽ ഫ്ലൈറ്റ് 19 എന്നറിയപ്പെട്ട ഒരു അമേരിക്കൻ വ്യോമസേനാ പരിശീലനത്തിന്റെ 5 സ്ക്വാഡ്രൺ വിമാനങ്ങൾ അതലാന്റിൽ സമുദ്രത്തിന് നടുക്ക് വച്ച് പെട്ടെന്ന് കാണാതാവുന്നു. തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ട വിമാനവും ഉടനെ തന്നെ കാണാതായി. ഇതോടെ തന്നെ ഈ കടൽ പ്രദേശം നിഗൂഢത കാരണം പെട്ടെന്ന് ലോകശ്രദ്ധയ്ക്ക് ഇടയാക്കുകയും ബർമുഡ ട്രയാങ്കിൾ എന്ന പേര് ജനിക്കുകയും ചെയ്തു. ബർമുഡ ട്രയാങ്കിൾ എന്നത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മിയമി, ബർമുഡ ദ്വീപുകൾ, പോർട്ടോറിക്കോ എന്നിങ്ങനെ 3 സ്ഥലങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന ത്രികോണ ആകൃതിയുള്ള പ്രദേശമാണ്. ഈ പ്രദേശം ലോകമാകെയുള്ള രഹസ്യപ്രിയരുടെയും ശാസ്ത്രജ്ഞരുടെയും ശ്രദ്ധ ആകർഷിച്ചത് നിരവധി കപ്പലുകളും വിമാനങ്ങളും ഇവിടെ കാണാതാവുന്ന സംഭവങ്ങൾ കൊണ്ടുതന്നെ ബർമുഡ ട്രയാങ്കിളിനെ ബന്ധപ്പെടുത്തി അനേകം രഹസ്യങ്ങൾ, തിയറികൾ എന്നിവ ഉണ്ടായി. ഇവിടെ ഉണ്ടായ പ്രധാന സംഭവങ്ങൾ: USS സൈക്ലോപ്സ് എന്ന കപ്പൽ 1918-ൽ ബർമുഡ ട്രയാങ്കിൾ കടക്കുമ്പോൾ 300-ൽ-അധികം യാത്രക്കാരുമായി കാണാതായി. 1945-ലെ പ്രശസ്തമായ ഫ്ലൈറ്റ് -19 കാണാതായ സംഭവം. 1948, 1949-ൽ വ്യോമവിമാനങ്ങൾ ആയ സ്റ്റാർ ടൈഗർ, സ്റ്റാർ ഏരിയൽ കാണാതാവുന്നത്. ഇത്തരം കാണാതാകലുകൾക്ക് സാധാരണയായി യാതൊരു SOS സന്ദേശങ്ങളോ അപകട മുന്നറിയിപ്പുകളോ ഉണ്ടായിരുന്നില്ല എന്നത് ആണ് കൗതുകം. അമേരിക്കൻ നാവികസേനയും മറ്റ് ഗവേഷക സംഘടനകളും ബർമുഡ ട്രയാങ്കിളിനെ ഒരു പ്രത്യേക അപകട മേഖലയായി കണക്കാക്കുന്നില്ല. അവരെ സംബന്ധിച്ചു മറ്റ് സമുദ്രപ്രദേശങ്ങളിൽ സംഭവിക്കുന്ന അപകടങ്ങളുടെ ശരാശരിയേക്കാൾ ഇവിടത്തേത് കൂടുതൽ അല്ല. പുതിയ ടെക്നോളജികളും ഉപഗ്രഹ ചിത്രീകരണങ്ങളും വഴി പല സംഭവങ്ങൾക്കും സാങ്കേതിക വിശദീകരണവും ലഭിച്ചിട്ടുണ്ട്. ബർമുഡ ട്രയാങ്കിൾ എന്നും മനുഷ്യന്റെ ഭീതിയുടെയും ചോദ്യം ചിഹ്നങ്ങളുടെയും കേന്ദ്രം തന്നെയായി തുടരുന്നു. ഇത്തരം കൗതുകവും അറിവിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.